ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിയും സംഘവും ചേർന്ന് നരന്റെ തലയിലോട്ട് കളിത്തോക്കെടുത്തിട്ട് കാവേരി അവന്റെ തലയിലോട്ട് ഉണ്ട തെറിപ്പിക്കുകയാണ്. അങ്ങനെ അത് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ചുറ്റുപാടും. അപ്പോഴേക്കും കാവേരിയും ഗംഗയും യമുനയും താഴെ ഇങ്ങനെ കുമ്പിട്ട് കിടക്കുകയാണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗ തിരിഞ്ഞു നോക്കുമ്പോൾ നിള മാത്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. നിളയെയും പിടിച്ച് വലിച്ച് അവിടെ ഇരുത്തുകയാണ്. ഇവിടെ ഇരിക്കടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ നരനാണെങ്കിൽ അത് കയ്യിലെടുത്തിട്ട് മുകളിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. ചുറ്റുപാടും നോക്കുമ്പോൾ അവിടേക്ക് അതാ ചെറിയച്ഛൻ വരുന്നുണ്ട്, ശിവൻ. അപ്പോൾ ആ സമയത്ത് ചെറിയച്ഛൻ്റെ അരികിലോട്ട് അപ്പോൾ ഫോണിൽ സംസാരിക്കണം. നീ ഒന്ന് ഹോൾഡ് ചെയ്യ് ഇപ്പം വെക്കില്ല പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് നേരെ ചെറിയച്ഛൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ ഉണ്ട കൊടുത്തിട്ട് എന്താ ചെറിയച്ഛ ഇത്രയും പ്രായക്കായില്ലേ, ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ലല്ലേ എന്നും പറഞ്ഞിട്ട് ആ തോക്കിൻ്റെ ഉണ്ട നമ്മുടെ ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ പോക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്, ഷർട്ടിൻ്റെ പോക്കറ്റിൽ. അപ്പോൾ ശിവരാജൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ശിവരാജൻ ഇതെന്തായി സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ആ ഉണ്ട കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്തപ്പത് എന്നുള്ള രീതിയിൽ ആൾക്കൊന്നും അറിയില്ല. അങ്ങനെ ആ സമയത്ത് അതും പിടിച്ചിട്ട് ജയരാജൻ ഇങ്ങനെ വരികയാണ്. ജയരാജൻ അല്ല, ശിവരാജൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവനാണെങ്കിൽ വീണ്ടും അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ ആളോട് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ശിവരാജൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിളയോട് കാവേരി പറയാണ്, നിളമോളെ ഒന്ന് പതുക്കെ നോക്കി, അവരാരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയെന്ന് പറയുമ്പോൾ നിള പതുക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പറയില്ല ചേച്ചി, ആരും നോക്കുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ വീണ്ടും അടുത്ത ഉണ്ട വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിവരാജൻ ഇവിടേക്ക് വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് അവർ വേഗം മാറി നിൽക്കുകയാണ്. അപ്പൊ ഗംഗ ചോദിക്കുന്നുണ്ട്, നിളോട് ചോദിക്കുകയാണ്, നീ അല്ലേ പറഞ്ഞ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഇങ്ങോട്ട് ഒരാൾ വരുന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. കിട്ടുൻ്റെ എന്നും പറഞ്ഞിട്ട് തലയ്ക്ക് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശിവരാജൻ അവിടേക്ക് വന്നിട്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതെ, എൻ്റെ ഭാര്യ ഗായത്രി എങ്ങാൻ ഇവിടേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ദേ അവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തോക്ക് അങ്ങനെ എടുത്ത് നിൽക്കാണ്. അപ്പോൾ ആ സമയത്ത് ജയരാജൻ പറയുന്നുണ്ട്, ഇതെന്താ തോക്കൊക്കെ പിടിച്ചിട്ട് അതിർത്തി കാക്കാനാണ്? ഓ അത് ശരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഉണ്ടെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, അതെ ഈ തോക്കൊണ്ടൊന്നും അവനായിട്ട് അദ്ദേഹം കളിക്കാൻ നിൽക്കേണ്ട. ഈ തോക്കൊണ്ട് അവനെ വെടി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ ശരിക്കുള്ള തോക്കെടുത്ത് നിങ്ങളെ വെടി. അത് അങ്ങനെയാണ് ആ കൊച്ചിന്റെ സ്വഭാവം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴവിടെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ ആ സമയത്ത് ശിവരാജൻ പറയാണ്, നോക്കി അവനിപ്പോൾ സംസാരിക്കണ കേട്ടോ, അപ്പുറത്തെ ഏതോ ഒരു ലേഡിയാണ്, ഏതോ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ഇത്ര ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കാവേരി. അതങ്ങനെയാണ്, അവന് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല, അങ്ങനെ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഗായത്രി വരുന്നുണ്ട്. അപ്പോൾ ഗായത്രി പറയുന്നത്, ശിവേട്ടൻ ഇവിടേക്ക് വന്നത് എല്ലാവരെയും പരിചയപ്പെടാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ പിന്നെ ആയാലാവുമല്ലോ, ഞാൻ നിന്നെ കാണാതെ വന്നപ്പോൾ വന്നതാണ് നിന്നെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നാ പോട്ടെ മക്കളെ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇവനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇളയമ ചെന്നിട്ട് ഇവനോട് പറയാണ്, നരനോട് പറയുന്നുണ്ട്, നര നീ ഒന്ന് പതുക്കെ സംസാരിക്കടാ, എന്താണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, നിന്റെ ആരോഗ്യത്തിന് തന്നെ അത് ഹാനികരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരി ഇളമ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വലിയ ഭക്തിയോടുകൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കാവേരി വിചാരിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ശരിയാവും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇളയേശനും ഇളയമയും അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇളയേശൻ ഇതുപോലെ ഇവൻ വീണ്ടും ഇങ്ങനെ ഉറക്കനെ സംസാരിക്കുന്നുണ്ട്. അപ്പം കാവേരി പറയുന്നുണ്ട്, അത് ശരി, ഇത് പട്ടിയുടെ വാലിൽ കുഴലിട്ട പോലെ തന്നെയാണ്, ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇളയമ്മ പറയുന്നുണ്ട് ഇളയച്ചനോട്, ഇവൻ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലില്ല, പ്രശ്നങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, അത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് തോക്കിന്റെ ഉണ്ട എടുത്തിട്ട് കാണിച്ചു കൊടുക്കാണ് ഗായത്രിക്ക് ശിവൻ. അപ്പൊ ആ സമയത്ത് ഗായത്രി പറയുന്നുണ്ട്, അയ്യോ ഇതാ കൊച്ചിന്റെ കളിത്തോക്കിന്റെ ഇതല്ലേ, ഇത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ പോയിട്ട് കട്ടെടുത്തു കൊണ്ടുപോകുന്നില്ലേ, നല്ല സ്വഭാവമാട്ടോ ശിവേട്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ ശിവൻ എന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കാണ്. എന്നിട്ട് അതും പറഞ്ഞ് ഗായത്രി അങ്ങോട്ടകത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും പിടിച്ച് നമ്മുടെ ശിവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശിവൻ ഇങ്ങനെ നരനെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാവേരിയൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ സമയത്ത് കാവേരിയും ഗംഗയൊക്കെ ചേർന്നിട്ട് അവിടെയുള്ള മെഷീനും കാര്യങ്ങളൊക്കെ പിടിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ്
ഓട്ടോയിൽ വന്നിറങ്ങുന്ന നമ്മുടെ വിനീതിനെ കാണിക്കുന്നത്. അപ്പൊ വിനീത് ഓട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇവനിങ്ങനെ സംസാരിക്കണ കാണുമ്പോൾ അവനിങ്ങനെ ഫോണിൽ ശരിയെന്നാ നീ താൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴും ഏയ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിക്കുകയാണ് വിനീത്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് ബ്രോ, എന്തായാലും ബ്രോ ചെയ്തത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പുഷ്പവാടിയിലെ ഈ ജയബാലന് ഒരു ജാതി സ്വഭാവമാണ്. അയാളെ ഒന്ന് തല്ലണമെന്ന് എനിക്ക് വരെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര ധൈര്യമില്ല. എന്തായാലും ബ്രോ നല്ലത് കൊടുത്തല്ലോ, ആൾക്ക് നല്ല ചവിട്ടും നല്ല ഇത് കൊടുത്തല്ലോ, അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലായില്ല, ഞാൻ അപ്പുറത്ത് താമസിക്കാൻ വന്ന വിനീത് എന്നും പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ കൈ കൊടുക്കുന്നില്ല. അവൻ കൈ രണ്ടും പിന്നിലോട്ട് കെട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൈ തരാൻ ഇഷ്ടമില്ല അല്ലേ എന്ന് പറയാണ്. അല്ല ബ്രോ ഏതാണ്, മോഹൻലാൽ ഫാനാണോ? മോഹൻലാലിന്റെ അടിപോലെയാണ് അന്ന് അവനെ ഇടിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് ജയബാലന്. സോറി അല്ലേ. അപ്പൊ ഇങ്ങനെ അവന് ദേഷ്യത്തോടു കൂടി നിൽക്കണാകുമ്പോൾ പറയണം സോറി മമ്മൂട്ടി ഫാൻ ആണല്ലേ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പോവല്ലേ എന്ന് നരൻ പറയുകയാണ്. അപ്പോൾ വിനീത് അവിടെ നിൽക്കുന്നുണ്ട്. അല്ല താൻ ആരെ ഫാനാ, ശിവാജി ഫാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എന്തേ എന്ന് ചോദിക്കുമ്പോൾ അല്ല താൻ വന്നിറങ്ങിയ പാടത്തന്നെ ബ്രോ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നേ. അതെ, ഇത്ര ഉറക്കനെ സംസാരിക്കണ്ട. പിന്നെ തന്നെയല്ല താൻ എങ്ങനെ എൻ്റെ ബ്രോ ആയത്, താൻ അതെന്തിനാ ബ്രോ എന്നൊന്ന് വിളിക്കണം, ആ ബ്രോ എന്നുള്ള വിളിയൊന്നും വേണ്ട, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. അതെ, ഇവിടെ താമസിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം എന്നും പറഞ്ഞിട്ട് നരൻ വലിയ ഗമയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് വിനീത് ആകെ നാളം കെട്ട് തലയും കുമ്പിട്ട് വരുന്നുണ്ട്. ഇവരൊക്കെ ഗംഗയും കാവേരിയൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വന്ന പാടെ ഗംഗ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ശബ്ദം ഇത്ര വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ബ്രോ എന്ന് വിളിക്കണ്ടെന്നും പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ ഇത്തിരി ഇത് കൂടുതലാണ്. അത് ശരി, അങ്ങനെ പറഞ്ഞു, ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് ഉറക്കനെ ഓളിയെടുക്കുകയാണ്. അപ്പോൾ നരൻ ഇത് കേൾക്കുന്നുണ്ട്. നരന് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ വായിച്ച് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് ഓളിയിട്ടിട്ട് എന്നെ കരയാൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ യമുന പറയണം ഞാൻ റെഡി എന്ന് പറഞ്ഞ് കാവേരിയും യമുനയും കൂടിയിട്ട് ഗംഗ പറയുന്നുണ്ട് വേണ്ടടി വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓളിയിടാൻ നിൽക്കുന്ന സമയത്ത് ഗംഗ പറഞ്ഞിട്ട് നിർത്ത്, നമ്മളിവിടെ വന്നത് എന്തിനാണ്, നീളമോളുടെ ഓപ്പറേഷനാണ്, നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാണ്, ആ ഒരു കാര്യം കഴിയുന്നവരെ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സൗകര്യമുള്ളൊരു വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ സമാധാനപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ നരന്റെ വീട്ടിൽ. അപ്പൊ നരന്റെ കല്യാണ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ സംസാരിക്കുന്ന മുത്തശ്ശിയോട് പറയണം. അങ്ങനെ നേരം പതുക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ നീ ഞങ്ങളെ കൂടെ നേരത്തോടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നെ വലിയൊരു സന്തോഷമല്ലടാ എന്ന് പറയുകയാണ്. അപ്പൊ മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്താ പറ്റിയത് മുത്തശ്ശിയുടെ മുഖത്തിനെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ആന്റി വിളിച്ചായിരുന്നു, അപ്പച്ചി വിളിച്ചായിരുന്നു, അവർ പറഞ്ഞത് നിന്റെ അച്ഛനമ്മ മരിച്ചതിന് ശേഷം നിന്നെ അവർ വളർത്തിയേനെ എന്നാണ് ഇപ്പൊ പറയുന്നത് അവര്. അപ്പൊ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരം ചോദിക്കണം ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എന്താ പറ്റിയെന്ന്, നിനക്ക് അവര് വളർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കൊച്ചു ആയേനെ എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഞാൻ വളർത്തിയത് കൊണ്ടല്ലേ നീ ഇപ്പൊ കല്യാണം കഴിക്കാഞ്ഞത്, ഇതൊക്കെ നീ ചെയ്യിക്കണതല്ലേ, നീ കാരണമല്ലേ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതൊക്കെ ഒരു നാടകമാണ്. എന്തായാലും അത് ശിവന് മനസ്സിലാവുന്നുണ്ട്. ശിവൻ പറയാണ് അത് ശരി, ഇപ്പൊ അടുത്ത നാടകം ഇവരൊക്കെ ഓരോ പുതിയ നാടകം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നരൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഈ കല്യാണക്കാരൊന്നും സംസാരിക്കേണ്ട, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ എനിക്ക് സംസാരിക്കേ വേണ്ട, ഞാനിവിടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിലും നാട്ടിലും തന്നെ നിൽക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഇവിടുന്ന് പോകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേരം ദേഷ്യപ്പെട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഗായത്രി ആണെങ്കിലും മോനെ നിക്ക് എന്നും പറഞ്ഞ് പുറകിലൂടെ ഓടുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിയോട് പറയുന്നത് ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ശിവനാണെങ്കിൽ വേഗം പോയിട്ട് ചിക്കൻ പെരി അവന് ഇഷ്ടപ്പെട്ടത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി എടുത്ത് അതൊക്കെ കഴിച്ചങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മൾ നിവിനെ കാണിക്കുന്നുണ്ട്. നിവിനാണെങ്കിൽ പുതിയ സിം എടുത്തിട്ടുണ്ട്. കാവേരിയെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വേറൊരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ആ കൂട്ടുകാരൻ ചോദിക്കാൻ നീ എന്താടെ അങ്ങോട്ട് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സിം എടുത്തിട്ടുണ്ടായിരുന്നു ബ്രോ, പക്ഷെ ആ സിം ഇപ്പോൾ ശരിയാവുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കി നോക്ക്, ചിലപ്പോൾ ശരിയാവുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സിം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ സിം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാവേരിയെ വിളിക്കുകയാണ്. കാവേരിയെ വിളിക്കുമ്പോൾ കാവേരി അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ കോൾ എടുക്കുന്നുണ്ട്. ഹലോ എന്ന് പറയാണ്. കാവേരി ഇത് ഞാനാണ് നിവിൻ, എത്ര നാളായി കാവേരിയുടെ ശബ്ദം കേട്ടിട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഇവള് വരികയാണ്.
രാഗിണി വരുന്നുണ്ട്. അപ്പൊ രാഗിണി ഓട്ടോയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ കാറിൽ അങ്ങനെ വരികയാണ്. അപ്പൊ ആ സമയത്ത് രാഗിണി അവിടെ അരികിൽ വന്ന് നിന്നിട്ട് നിവിൻ എന്ന് വിളിക്കുകയാണ്. അപ്പൊ നിവിൻ അത് വിളിക്കുമ്പോൾ കാവേരി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഗിണിയെ കണ്ടിട്ട് നിവിൻ ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ നിവിൻ രാഗിണി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ കാവേരി ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്, അവരുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിവിൻ എന്നെ വിളിക്കുന്നത്, പിന്നെ കഴിഞ്ഞതൊക്കെ എന്തിനാ കുത്തിപ്പോക്കാനിടക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞങ്ങനെ കാവേരി ഇരിക്കുന്നുണ്ട്. എന്നാലും കാവേരിക്ക് നല്ല വിഷമമുണ്ട് നിവിനായിട്ട് അകന്നതില്. അങ്ങനെ വീണ്ടും നമ്മുടെ നിവിൻ കോള് വീണ്ടും ചെയ്യുകയാണ്. പക്ഷെ അവള് കോൾ എടുക്കുന്നില്ല തീരെ. അങ്ങനെ ആ സമയത്ത് രാഗിണി വീണ്ടും അവന്റെ പുറകെ ചെന്ന് നീ താമസിക്കുന്ന സ്ഥലം കണ്ടെത്താൻ എത്രയോ ബുദ്ധിമുട്ടിയെന്ന് അറിയോ, നീ എന്താണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ്, നീ പോയിടെ എനിക്ക് ഇവിടെ നിന്നെ കാണുന്നത് എന്നെ ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞ് റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. അപ്പോൾ രാഗിണി അവന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, അവനോട് പറഞ്ഞേക്ക് ഞാൻ അവനെ വിട്ടു പോകില്ല എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.